പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചതിന് സ്വന്തം ജീവിതം തന്നെ പകരം നൽകേണ്ടി വന്ന ധീരയായ രണ്ട് രക്തസാക്ഷികളാണ് വിശുദ്ധരായ പെർപെത്വയും ഫെലിസിറ്റിയും. അമ്മമാരുടെയും ഗർഭിണികളുടെയും മധ്യസ്ഥരാണ് ഈ വിശുദ്ധർ. ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ പീഡ അനുഭവിക്കേണ്ടി വന്ന രക്തസാക്ഷികളാണ് പെർപെത്വയും അവളുടെ തോഴി ഫെലിസിറ്റിയും സുഹൃത്തുക്കളും. വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ കൃതികളിൽ ഇവരെ പറ്റി പ്രതിപാദിപ്പിക്കുന്നുണ്ട്. നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴയതും വിശ്വാസയോഗ്യവുമായ ചരിത്രരേഖകളാണിവ. സെവറസ് ചക്രവർത്തി 202 ക്രൂരമായ മതപീഡനം ആരംഭിച്ചു. ആഫ്രിക്കയിലെ സെവറസ് ചക്രവർത്തിയുടെ കീഴിൽ ക്രിസ്ത്യാനികൾക്കെതിരായ പീഡനത്തിനിടെ മരിച്ച ആദ്യകാല ക്രിസ്ത്യൻ രക്തസാക്ഷിയായിരുന്നു സെൻറ്റ് പെർപെറ്റ്വയും സഹകാരി ഫെലിസിറ്റിയും. ഒരു പുറജാതീയ പിതാവിന് ജനിച്ച പെർപെറ്റ്വ തൻ്റെ അമ്മയുടെ മാതൃക പിന്തുടരാനും ഒരു ക്രിസ്ത്യാനിയാകാനും തീരുമാനിച്ചു. എന്നിരുന്നാലും സെവറസ് ചക്രവർത്തിയുടെ കീഴിൽ അവളുടെ മരണം അർത്ഥമാക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. പെർപെറ്റ്വയുടെ മാതൃക അവളുടെ സഹോദരനും ക്രിസ്ത്യാനിയാകാൻ പ്രചോദനമായി. ഒരിക്കൽ 5 വിശ്വാസികളെ ഒരുമിച്ച് അറസ്റ്റ് ചെയ്ത് പെർപെറ്റ്വ 22 വയസ്സുള്ള ഒരു മാന്യസ്ത്രീയും അവളുടെ കൈക്കുഞ്ഞും ഗർഭിണിയായ അടിമസ്ത്രീ ഫെലിസിറ്റിയും വേറെ 3 പേരും. പിന്നീട് അവരുടെ അധ്യാപകൻ സത്തൂറെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പെർപെത്വയുടെ പിതാവ് വളരെ വേദനിച്ചു. കാരണം അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട മോളായിരുന്നു പെർപെത്വ. പിതാവ് അവളെ പിന്തിരിപ്പിക്കാൻ കഴിവതും ശ്രമിച്ചു. അവൾ വഴങ്ങിയില്ല. പോരെങ്കിൽ അവൾ ഒരു സ്വപ്നവും കണ്ടു. ഒരു സ്വർണ്ണ ഗോവണി, അതിനു കാവലായി ഒരു വ്യാളിയും. എന്നാൽ അവളുടെ സഹോദരൻ സത്തൂറസ് ധീരമായി വ്യാളിയെ വെട്ടിച്ച് ഗോവണി കയറിപ്പോയി. ഇത് കണ്ട് പെർപെത്വയും ധൈര്യപൂർവ്വം ഗോവണി കയറി. അങ്ങനെ വളരെ മനോഹരമായ ഒരു സ്ഥലത്തെത്തി. അവിടെ ഇടയ വേഷത്തിൽ നല്ല ഉയരമുള്ള ഒരു യുവാവ് തങ്ങളെ സ്വീകരിക്കാനുണ്ടായിരുന്നു. അയാൾ അവർക്ക് പാലും അപ്പവും നൽകി. അവൾ നേരിടാൻ പോകുന്ന വേദനയുടെയും മരണത്തിൻ്റെയും ഒരു മുന്നറിയിപ്പായിരുന്നു ആ സ്വപ്നം. പിതാവ് എത്ര നിർബന്ധിച്ചിട്ടും വിശ്വാസം ത്യജിക്കാൻ പെർപെത്വ തയ്യാറായില്ല. അങ്ങനെ പെർപെത്വയും ഫെലിസിറ്റിയും സുഹൃത്തുക്കളും കുറ്റവാളികളാണെന്ന് വിധിക്കപ്പെട്ടു. വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാനായിരുന്നു വിധി. സീസറിൻ്റെ ബഹുമാനാർത്ഥം ഒരുക്കുന്ന ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് വിധി നടപ്പാക്കൽ. ഫെലിസിറ്റി ഗർഭിണിയായതിനാൽ വിധി നടപ്പാക്കാൻ വൈകി. കാരണം ഗർഭിണികളെ വധിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ടായിരുന്നു. എന്നാൽ സീസറിന് വേണ്ടിയുള്ള ആഘോഷത്തിന് 3 ദിവസം മുമ്പ് ഫെലിസിറ്റി മാസം തികയാതെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. വധം നടപ്പാക്കാൻ പിന്നെയും വൈകി. അവസാനം അവരെ ശിരച്ഛേദം ചെയ്ത് വധിച്ചു. പെർപെറ്റ്വയും ഫെലിസിറ്റിയും അവരുടെ കൂട്ടാളികളും അവരുടെ വിചാരണ വരെ ഒരു ഇരുണ്ട തിരക്കേറിയ ജയിലിൽ പാർപ്പിച്ചു. 8 മാസം ഗർഭിണിയായപ്പോൾ ഫെലിസിറ്റി ഈ അവസ്ഥകളിൽ നിന്ന് വളരെയധികം കഷ്ടപ്പെട്ടു. പെർപെത്വയുടെ പിതാവ് അവളോട് വഴങ്ങാനും അവളുടെ വിശ്വാസം ഉപേക്ഷിക്കാനും അപേക്ഷിച്ചു. അവളുടെ വിചാരണയിലെ ജഡ്ജി പോലും വഴങ്ങാൻ അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ അവൾ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചു. പെർപെറ്റ്വ, ഫെലിസിറ്റി, അവരുടെ കൂടെയുള്ളവർ എന്നിവർ അരങ്ങിലെ വന്യമൃഗങ്ങളാൽ വധിക്കാൻ വിധിക്കപ്പെട്ടു. അവരുടെ വധശിക്ഷ നടപ്പാക്കുന്ന തീയതിക്ക് മുമ്പ് താൻ പ്രസവിക്കില്ലെന്ന് ഫെലിസിറ്റി ഭയപ്പെട്ടു. അതിനർത്ഥം അവൾ തൻ്റെ കൂട്ടാളികൾക്കൊപ്പം മരിക്കില്ല എന്നാണ്. എന്നാൽ അവരുടെ വധശിക്ഷ ഷെഡ്യൂൾ ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് അവൾ പ്രസവിച്ചു. അവളുടെ പ്രസവ വേദന വേദനാജനകമായിരുന്നു. അവളുടെ ജയിലർമാർ വളരെ പരിഹസിച്ചു.
വധശിക്ഷയുടെ വേദന എങ്ങനെ സഹിക്കുമെന്ന് ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞു, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് ഞാനാണ്. അപ്പോൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മറ്റൊരുവൻ എന്നിലുണ്ടാകും, കാരണം ഞാൻ അവനു വേണ്ടി കഷ്ടപ്പെടും. ഫെലിസിറ്റി ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി. ഒരു ക്രിസ്ത്യൻ സ്ത്രീ കുഞ്ഞിനെ ദത്തെടുത്തു. അവരുടെ വധശിക്ഷയ്ക്ക് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ പെർപെത്വയുടെ ധൈര്യവും സദ്ഗുണങ്ങളും അവളുടെ ജയിലർമാർ മതിപ്പുളവാക്കി. അവരിൽ ചിലർ അവളെ ഭയപ്പെടാൻ തുടങ്ങി. അവളുടെ മാതൃക അവളുടെ ജയിലറെ മതപരിവർത്തനത്തിലേക്ക് കൊണ്ടുവന്നു. ക്രിസ്തുവിന് വേണ്ടിയുള്ള തങ്ങളുടെ മരണം ശാന്തതയോടും സന്തോഷത്തോടും കൂടി സ്വീകരിച്ചുകൊണ്ട് അവർ രണ്ടുപേരും വന്യമൃഗങ്ങളെ അഭിമുഖീകരിച്ചു. ഒടുവിൽ അവരെ ശിരച്ഛേദം ചെയ്ത് വധിച്ചു. വിശുദ്ധരായ പെർപെത്വയും ഫെലിസിറ്റിയും ഒരുമിച്ച് മരിച്ച രണ്ട് ആദ്യകാല ക്രിസ്ത്യൻ രക്തസാക്ഷികളായിരുന്നു. അവരുടെ തടവിലും മരണത്തിലും വിശുദ്ധിയുടെയും ധൈര്യത്തിൻ്റെയും മാതൃകകൾ നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കും. നമുക്കെല്ലാവർക്കും മധ്യസ്ഥം വഹിക്കാൻ അവരോട് ആവശ്യപ്പെടാൻ ഈ നൊവേനയിൽ പ്രാർത്ഥിക്കാം. വിശുദ്ധ പെർപെത്വയുടെയും ഫെലിസിറ്റിയുടെയും തിരുനാൾ ദിനം മാർച്ച് 7 ആഘോഷിക്കുന്നത്. പ്രാർത്ഥന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധരായ പെർപെത്വയും ഫെലിസിറ്റിയും, നിങ്ങൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ മറ്റെല്ലാ ഭൗമിക സ്നേഹത്തിനും ഉപരിയായി നിങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹം പോലും നൽകുന്നു. ഇത് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചെങ്കിലും ക്രിസ്തുവിനെ സേവിക്കുന്നതിനായി നിങ്ങൾ വളരെയധികം സ്നേഹിച്ച കുട്ടികളെ പോലും നിങ്ങൾ ഉപേക്ഷിച്ചു. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ദൈവത്തിനുള്ള സമ്മാനങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ അവരിൽ നിന്നുള്ള വേദനാജനകമായ വേർപിരിയൽ ദൈവത്തെ സേവിക്കാനുള്ള നിങ്ങളുടെ പാതയിൽ ഒരു തടസ്സമായി മാറാൻ നിങ്ങൾ അനുവദിച്ചില്ല. നിങ്ങളുടെ കുടുംബത്തെ അങ്ങേയറ്റം സ്നേഹിച്ചെങ്കിലും നിങ്ങൾ ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിച്ചു. ക്രിസ്തുവിനെ മറ്റെല്ലാവർക്കും മീതെ പ്രതിഷ്ഠിക്കുന്ന ഒരു സ്നേഹത്തോടെ ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിങ്ങളെപ്പോലെ അവനു വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇവിടെ നിയോഗം സമർപ്പിക്കുക. ദൈവമായ കർത്താവേ, അങ്ങയുടെ രക്തസാക്ഷികളായ വിശുദ്ധരായ പെർപെത്വയും ഫെലിസിറ്റിയെയും പോലെ ഞാൻ അങ്ങയെ വിശ്വസ്തയോടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ഞാൻ ഒരിക്കൽ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കാൻ അവരോടൊപ്പം ചേരും. ആമേൻ.